ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കിയാലോ. ആദ്യം വെണ്ടയ്ക്കയും ഉള്ളിയും നമുക്കൊന്ന് ചെറുതായി വാട്ടിയെടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള നമ്മുടെ കയ്യിലുള്ള എല്ലാ പച്ചക്കറികളും ഇട്ട് ഒന്ന് വാട്ടിയെടുക്കുക. ഉള്ളിയും വെണ്ടയും വാട്ടുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പച്ചക്കറികളെല്ലാം ഇട്ട് നന്നായി ഒന്ന് വഴറ്റുക. അതിനുശേഷം പൊടികളായി മല്ലിപ്പൊടിയും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, എന്നിവയിട്ട് നന്നായി വഴറ്റിയെടുക്കാം. പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്കായി നമുക്ക് വേവിച്ച് വെച്ച പരിപ്പ് ഒന്ന് ഉടച്ച് ചേർക്കാം. ആവശ്യത്തിന് വെള്ളമൊഴിക്കണം. പാകത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് പുളിവെള്ളം കൂടി ചേർത്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. വറുക്കാനുള്ള തേങ്ങയിലേക്ക് വെളുത്തുള്ളി, ചെറുള്ളി, ജീരകം, ഉലുവ ഇടുക. അതിന് ശേഷം നമ്മൾ ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വയ്ക്കുക. അതിലേക്ക് തേങ്ങയിട്ട് ഒന്ന് വറുത്തെടുക്കുക. കുറച്ച് വറുത്തതിന് ശേഷം മാത്രമാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞളും കറിവേപ്പിലയും കൂടി ചേർത്തിരുന്നു. നമ്മൾ നന്നായി വറുത്തതിന് ശേഷം തണുപ്പ് മാറിയതിന് ശേഷം അത് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ച് നമ്മൾ കറിയിലേക്ക് ചേർക്കാം. തിളച്ച് വന്ന സാമ്പാറിലേക്ക് കായപ്പൊടി കൂടി ചേർക്കാം. കുറച്ച് സാമ്പാർ പൊടി കൂടി ചേർക്കാം. ഞാൻ കുറച്ച് മല്ലിയില കൂടി ചേർക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് മാത്രം. അത് ഓപ്ഷണലാണ്. ഒരു വറവ് കൂടെ കഴിച്ചാൽ നമ്മളുടെ ഒരു മിനി സാമ്പാർ റെഡിയാണ്. വറുത്തരച്ച മിനി സാമ്പാർ റെഡിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.